മെഗ തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ ഇപ്പോൾ വലിയൊരു ഭരണ പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. മേയറും ഡെപ്യൂട്ടി മേയറും അടങ്ങുന്ന 20 അംഗ കൗൺസിൽ പദവി, അല്ലാതെ BJP-യുടെ 20 കൗൺസിലർമാരും ഇപ്പോൾ ഭരിക്കാൻ അയോഗ്യരാണെന്നാണ് UDF-ഉം അവിടെയുള്ള LDF കൗൺസിലർമാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. തുടക്കം മുതലേ ഉയർന്നു വന്ന സത്യപ്രതിജ്ഞ വിവാദവും അതിനോടൊപ്പം ഇന്നലത്തെ തിടുക്കപ്പെട്ടുള്ള ആ ഒരു പുനർപ്രതിജ്ഞ വിവാദവും, അതിനൊപ്പം തന്നെ അത് കൗൺസിലറിന്റെ കാപ്പ കേസും, ഇതെല്ലാം കൊണ്ടും BJP ആകെ വരിഞ്ഞ് മുറുക്കിയ ഒരു അവസ്ഥയാണ്. ഇനി എന്തായിരിക്കും BJP-യുടെ ആ ഒരു കോർപ്പറേഷന്റെ ഭാവി? തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-യുടെ കൈകളിലേക്ക് എത്തിയപ്പോൾ തന്നെ എല്ലാവരും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് സംബന്ധിച്ച് ആദ്യമായിട്ട് BJP-യുടെ കയ്യിൽ കോർപ്പറേഷൻ വരുന്നു. എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ആദ്യം മുതലേ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ആദ്യം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുന്നു, അതിനുശേഷം ശുചീകരണ പ്രവർത്തനങ്ങളുടെ വിഷയം വരുന്നു, കുടിവെള്ള പ്രശ്നം വരുന്നു. ഇപ്പോൾ കോർപ്പറേഷനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള തമ്മിൽ തല്ല് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ബേസിക് കാര്യം എന്ന് പറയുന്നത്, ഒരു കൗൺസിലർ അദ്ദേഹത്തിന്റെ ഒരു ഗുണ്ടാ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തിയിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. അദ്ദേഹം ഒരു വാർഡിൽ നിന്ന് മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു, അദ്ദേഹത്തിന് കൗൺസിലർ സ്ഥാനം കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോഴെങ്കിലും തിരുത്തുക എന്നുള്ള ഒരു ധാർമ്മിക ബോധം ഏതൊരു പാർട്ടിക്കാണെങ്കിലും ഉണ്ടാകണം. അത് BJP ആയിക്കോട്ടെ, LDF മുന്നണി ആയിക്കോട്ടെ, UDF മുന്നണി ആയിക്കോട്ടെ, ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, അവർക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യില്ല, അദ്ദേഹത്തെ ഒരു വിധത്തിലും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, അയ്യപ്പന്റെ പേരിലും ആറ്റുകാലമ്മയുടെ പേരിലും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്ത 20 പേരുടെ ഈ പറഞ്ഞ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യുന്നു. അത് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ മര്യാദയ്ക്ക് വന്ന് വളരെ നോർമലായിട്ട് ദൈവനാമത്തിലും സഗൗരവമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് പോകുന്ന നമ്മൾ കണ്ടിരുന്നു. പക്ഷെ സുഗതൻ ജയിലിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ഒരു മേയറെയും ഡെപ്യൂട്ടി മേയറെയും കുറേയധികം കൗൺസിലർമാരെയും നമ്മൾ കാണുകയാണ്. എന്ത് മാതൃകയാണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത്? ഇവരൊക്കെ ലീഡേഴ്സാണ്. ബേസിക്കലി തിരുവനന്തപുരം പോലെ വലിയൊരു തലസ്ഥാന നഗരത്തിന്റെ കോർപ്പറേഷനിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിലുള്ള ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്കതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ. അപ്പോ ഈ ഘട്ടത്തിലെങ്കിലും ഇപ്പോ ഇതിനെ ഞാനൊരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു, ഇതിനെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ 3 മീറ്റിങ്ങുകൾ അടുപ്പിച്ച് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 മീറ്റിങ്ങുകളിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൗൺസിലറുടെ യോഗ്യത റദ്ദ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളൊരു വാദമുയരുന്നു. അപ്പോൾ ജയിലിലുള്ളത് കൊണ്ട് തന്നെ സുഗതന് ഈ പറഞ്ഞ ഈ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ യോഗ്യത നഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ന്യായീകരണവുമായി വ്യക്തികൾ വരികയാണ്. ഏപ്രിൽ 27 അദ്ദേഹം ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ചത്തെ യോഗം 2ാമത്തെ യോഗം മാത്രമേ ആകുന്നുള്ളൂ. എന്ത് തരത്തിലുള്ള ന്യായീകരണം കൊടുത്താലും പൊതുസമൂഹത്തിൽ പോലും നിർത്താൻ യോഗ്യതയില്ലാത്ത ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയെ ഒരു പവർ പൊസിഷനിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ ഒരു പൊസിഷനിൽ ഇരുത്തണമെന്ന് വാശി പിടിക്കാനും കുറേയധികം പേർ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതിനു വേണ്ടിയിട്ട് ഒരു മാതൃകാപരമായി പോസ്റ്റിലിരിക്കുന്ന VV രാജേഷിനെ പോലുള്ള മേയർ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിലും വലിയ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ സുഗതന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ, അവിടെ തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രാദേശിക ഉത്സവത്തിനിടെ ആ ഒരു ഗാനമേളക്കിടെ ഒരു കവലച്ചട്ടപ്പുകളെ പോലെ തല്ലുണ്ടാക്കിയതിന്റെ പേരിൽ കേസുണ്ട്. കൂടാതെ ഒരു സെക്യൂരിറ്റിയെ ഭീഷണിപ്പെടുത്തിയതിനും, കൂടാതെ ഒരു വധഭീഷണി, അതായത് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചതിന് വരെയുള്ള കേസ് എല്ലാം ചേർത്താണ് ഇപ്പോൾ സുഗതനെ കാപ്പ കേസിൽ സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മറച്ചു വെച്ചാണ് ഈ ഒരു BJP ഇയാൾക്കൊരു സീറ്റ് നൽകിയിരിക്കുന്നത്. അതെ, നമ്മുടെയൊക്കെ ഒരു അറിവനുസരിച്ച് ഒരു ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുകയും ഒക്കെ വേണമെന്നാണ് നമ്മളെല്ലാവരും അറിയുന്നത്. സ്വാഭാവികമായിട്ടും
എങ്ങനെയാണ് ഇവർക്ക് ഇപ്പൊ ഈ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയല്ലേ BJP? അവർ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ സുഗതനെ പോലുള്ള വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണ് കഴിയുന്നത്? അല്ല, ഈ വന്നപ്പോ കേരളം UP അല്ലെങ്കിൽ ബീഹാർ മോഡൽ ആവുകയാണോ, അല്ലെങ്കിൽ തിരുവനന്തപുരം ആ ഒരു ബീഹാർ മോഡൽ ആവുകയാണോ എന്നുള്ള സംശയം പലരിലും വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്ത്, അതായത് LDFന് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്ത് BJP കൗൺസിലർമാരായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തൽഫലമായിട്ടാണ് LDFന്റെ ആ ഒരു ഭരണം മറിച്ച് BJP ആ കോർപ്പറേഷൻ പിടിച്ചടക്കിയത്. പലർക്കും ആ ഒരു BJPയോടെ ഉള്ള ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോ ഈ പറഞ്ഞ സുഗതന്റെ പേരും പറഞ്ഞവിടെ പ്രതിഷേധവുമായി എത്തിയത് LDF കൗൺസിലർമാരാണ്. അവിടുത്തെ LDF പ്രവർത്തകരാണ് പ്രശ്നമുണ്ടാക്കാൻ മുന്നോട്ട് വന്നത്. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എങ്ങനെയാണ് BJPയുടെ കയ്യിലേക്ക് ഈ പറഞ്ഞ അധികാരം ചെന്നെത്തിയത് എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പോലൊരു കോർപ്പറേഷനെ BJPയുടെ കയ്യിൽ ഭദ്രമായി എത്തിച്ചു കൊടുത്തത് LDF തന്നെയായിരുന്നു. കഴിഞ്ഞ ഭരണസമിതി, കഴിഞ്ഞ മേയറും ഒപ്പമുണ്ടായിരുന്ന കൗൺസിലർമാരുടെയും കൃത്യമായിട്ടുള്ള അലംഭാവം തന്നെയാണ് BJPക്ക് ഈ കസേരകൾ കൊടുക്കാനുള്ള കാരണമായത്. അപ്പോൾ നിങ്ങൾക്കിത് ചോദിക്കാൻ എന്ത് യോഗ്യതയുണ്ട് എന്ന് ചോദിക്കേണ്ടി വരും. നിങ്ങളുടെ കയ്യിലെ കൈപ്പിഴവാണ് ഇതിനെല്ലാം കാരണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവരെ വിമർശിക്കാനാവുക? ഇപ്പൊ ആദ്യഘട്ടത്തിലൊക്കെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പറയും, ഇപ്പൊ VD സതീശൻ സർക്കാരിനെ ആദ്യ 1 മാസത്തിനുള്ളിൽ തന്നെ വിമർശിക്കുന്ന ഇടത് പ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട്. അത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചത്. അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം എന്ന് വാശി പിടിക്കാൻ കഴിയില്ല. പക്ഷെ പോകെ ഇതിനൊരു പേസ് ഉണ്ടാക്കിയെടുക്കണം. അത് കൃത്യമായിട്ടുള്ള ട്രാക്കിലേക്ക് വരാൻ ഏതൊരു മുന്നണിക്കാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിലും അവർക്ക് അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ ഒരു പാർട്ടി രൂപീകരിക്കുന്നു അല്ലെങ്കിൽ ഒരു മുന്നണി ഉണ്ടാകുന്നു, ഇവരുടെ എല്ലാം ഉദ്ദേശം ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്തെ ഭരണത്തിൽ വരണം, ഭരണസിരാ കേന്ദ്രങ്ങളിൽ കയറി ഇരിക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയായിരിക്കും. പക്ഷെ അതിലേക്ക് പോകാൻ ഏത് വൃത്തികെട്ട പരിപാടിയും അല്ലെങ്കിൽ ഏതൊരു തേർഡ് റേറ്റഡ് ക്രിമിനലിനെയും ഏതൊരു കള്ളനെയും കൊലപാതകയും ഒക്കെ കയറ്റിയിരുത്തി അവരെ പിടിച്ചു വെച്ച് അധികാരത്തിൽ എത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. എല്ലാത്തിനും പിന്നിൽ ഒരു ധാർമ്മികത ഉണ്ടാകണം. ഇപ്പോ പ്രതിഷേധിക്കുന്ന LDFകാർക്ക് ഒരു ബോധ്യം ഉണ്ടാകണം എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് ഉണ്ടായത്, അല്ലെങ്കിൽ അതിലൊരു ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കണം ഞങ്ങൾ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ പ്രതിപക്ഷമായിട്ടിരിക്കുക. ഇപ്പോ മേയർക്കെതിരെ കേസെടുത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മേയർ എന്തിന് ഇത്തരം വളരെ അപക്വമായി കാര്യങ്ങൾ ഡീൽ ചെയ്തു എന്നുള്ള കാര്യത്തിൽ സ്വയം പരിശോധന നടത്തണം. ഈ പറഞ്ഞ ഏതൊരു പാർട്ടി ആണെങ്കിലും, ഇപ്പോ UDFന്റെ കാര്യം എടുത്തു നോക്കിക്കോട്ടെ, ഇപ്പോ LDF ആണെങ്കിലും BJP ആണെങ്കിലും ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വരാൻ കോൺഗ്രസ് പ്രവർത്തകരും തയ്യാറാകണം. എല്ലാവർക്കും ഇതിൽ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. അത് കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളുള്ള ഒരാളെയും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ബേസിക് സ്റ്റാൻഡ് എന്ന് പറയുന്നത്.